ആദ്യം തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തൊരു ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങള് DAWF ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് എൻ്റെ വലത് സൈഡിലിരിക്കുന്ന KK സുരേഷ്. അദ്ദേഹത്തിന്റെ അപ്പുറത്തിരിക്കുന്നത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ അജി അമ്പാടി. എൻ്റെ ഇടത് സൈഡിൽ ഇരിക്കുന്നത് ദേശീയ കമ്മിറ്റി അംഗം NPRDയുടെ ദേശീയ കമ്മിറ്റി അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ ആര്യ ബൈറ്റു. ഞാൻ DAWFന്റെ സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് കീർത്തി. DAWF ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ഭിന്നശേഷിക്കാരുടെ അവരുടെ രക്ഷാകർത്താക്കളുടെയും ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സംഘടന ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ അത് വാർഡ് തലം മുതൽ സംവിധാനമുള്ള ഒരു സംഘടനയാണ്. പഴയ തട്ട് മുതലുണ്ട്. കേരളത്തിലെ ഭിന്നശേഷി മേഖലയിലെ സംഘടിതമായ ഏറ്റവും വലിയ സംഘടനയാണ് DAWF. ഞങ്ങൾ ഇന്നിവിടെ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് നവംബർ 21-ാം തീയതി ഈ മാസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു സൂചനാ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ ആബാലവൃദ്ധൻ ജനങ്ങളുടെയും എല്ലാവിധ അവകാശങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടിയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. സാഹചര്യത്തിൽ ജീവനക്കാരായ ഉദ്യോഗസ്ഥര്, സർക്കാർ, പൊതുമേഖല, സഹകരണ മേഖല, ബോർഡ്, കോർപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരായ മുഴുവൻ ആളുകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നവംബർ 21-ന് ഞങ്ങളൊരു സൂചനാ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സംഘടിപ്പിക്കുന്നത്. RPWD ആക്ട് 2016 കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ നടപ്പാക്കി. കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ അത് നടപ്പിലാക്കി വരുന്നുണ്ട്. എന്നിരുന്നാൽ ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് ലഭ്യമാവേണ്ട ഒട്ടനവധി അവകാശങ്ങളും സേവനങ്ങളും ഉണ്ട്. അത് പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത് മുദ്രാവാക്യമായിട്ടുള്ളത്. കേരള സർക്കാർ ഭിന്നശേഷിക്കാരുടെ നിയമനത്തിൽ 4% നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ 5% നിർബന്ധമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്, ചരിത്രപരമായ ഒരു തീരുമാനമാണ് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് എയ്ഡഡ് മേഖലയിലെ ഭിന്നശേഷി നിയമനം എന്ന് പറയുന്നത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഇടപെടൽ ഉണ്ടായിട്ടും എന്നൊരു പൂർണ്ണ തോതിൽ താഴെ തട്ടിലേക്ക് എത്തുന്നില്ല. ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള പ്രൊമോഷൻ, അതുപോലെ തന്നെ സ്ഥലം മാറ്റം, കൺവെയൻസ് അലവൻസ് ഭിന്നശേഷിക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അതുകൂടാതെ ഓഫീസ് അറ്റ്മോസ്ഫിയർ, ഭിന്നശേഷി സൗഹാർദ്ദം, കേരള സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് ഭിന്നശേഷി സൗഹാർദ്ദ കേരളം എന്നുള്ളത്. അപ്പം ഓഫീസ് അന്തരീക്ഷം ഭിന്നശേഷി സൗഹാർദ്ദമായിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒന്നാമത് മുദ്രാവാക്യമായിട്ട് RPWD ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാവിധ അവകാശങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതും. മറ്റൊന്നുള്ളത് തീർത്തും പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, കേരളത്തില് നല്ലൊരു എണ്ണം ഭിന്നശേഷിക്കാരായ ആളുകൾ സൂപ്പർ ന്യൂമറി തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ട്. സാധാരണ ജീവനക്കാരുടെ അതേ ജോലി തന്നെയാണ് അവർ ചെയ്യുന്നത്. വിവിധ വകുപ്പുകളിലായിട്ടാണ് സൂപ്പർ ന്യൂമറി തസ്തികയിൽ ആളുകൾ ജോലി ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് 2016 ഫെബ്രുവരി 3-ാം തീയതി ഇറക്കിയൊരു ഉത്തരവുണ്ട്. ഇവരെ പ്രൊമോഷൻ ഡിക്ലറേഷൻ പ്രൊബേഷൻ ഡിക്ലറേഷനും പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടപ്പിലാവാതിരിക്കുകയാണ്. ഒരേ ജോലി ചെയ്യുന്ന 2 തരം പൗരന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു തരത്തിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് നിയമം പറയുന്നു, പ്രബുദ്ധരായ സമൂഹവും പറയുന്നു, സർക്കാരും പറയുന്നു. ഈ സാഹചര്യത്തിലാണ് സൂപ്പർ ന്യൂമറി തസ്തികയിൽ വലിയൊരു വിഭാഗം ഭിന്നശേഷിക്കാരായ ആളുകൾ ജോലി ചെയ്യുന്നത്. ഇവരിൽ പലരും സർവീസ് കാലയളവിനുള്ളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർ ലോൺ എടുത്ത ബാധ്യത കിടക്കുന്നുണ്ട്. അവര് ആ ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിൽ കുടുംബം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പ്രയാസങ്ങൾ, അവർക്ക് ആശ്രിത നിയമനം, അങ്ങനെ പല പ്രയാസങ്ങളുണ്ട്. അവരെ റെഗുലറൈസ് ചെയ്യുക, സൂപ്പർ ന്യൂമറി തസ്തികയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ഭിന്നശേഷി ജീവനക്കാരെയും റെഗുലറൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മുദ്രാവാക്യം. ഈ 2 കാര്യങ്ങളും ആവശ്യങ്ങളും ഉയർത്തിക്കൊണ്ട് നവംബർ 21-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക. അന്ന് നിങ്ങളുടെ സാന്നിധ്യവും പ്രതീക്ഷിക്കുകയാണ്. അറിയാം,
സമരത്തിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് സെക്രട്ടറി വിശദീകരിച്ചു. ഈ സമരം ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് LDF കൺവീനർ ആയിട്ടുള്ള TP രാമകൃഷ്ണൻ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സമരത്തിന്റെ ഒരു പ്രചരണം, ആവശ്യത്തെ സംബന്ധിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന്, ഈ കാര്യം നേടിയെടുക്കുന്നതിനും ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരുടെ വലിയ സഹായം ആവശ്യമുണ്ട്. അത് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുക. ഇത് ഞങ്ങളൊരു സൂചനാ സമരമാണ്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമരമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം അവകാശം നേടിയെടുക്കുക തന്നെ വേണ്ടി. കാരണം ജീവിതത്തിൽ ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ലാത്ത വലിയൊരു വിഭാഗം ഞങ്ങള്. അപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഈ സാമൂഹികവും അല്ലാണ്ടുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം ചെയ്ത് നേടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാർ നല്ല രീതിയിൽ പരിഗണിക്കും. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങളെ ഈ കാര്യം, സൂപ്പർ ന്യൂമറിന്റെ കാര്യം, അതുപോലെ തന്നെ പ്രൊമോഷൻ, പിന്നെ സ്ഥലം മാറ്റം, ഇതിൽ തന്നെ 40% അതിൽ കൂടുതലുള്ള ആളുകൾക്ക് എല്ലാ അവകാശവും ലഭ്യമാക്കണം എന്നാണ് ആക്ട് പറയുന്നത്. എന്നാൽ പ്രൊമോഷന്റെ കാര്യത്തിൽ എത്തുമ്പോൾ 60% മാറുന്നത്. കൺവെയൻസ് അലവൻസ് വിദ്യാഭ്യാസ വകുപ്പിൽ 75% മാത്രമുള്ളവർക്കാണ് കാഴ്ച പരിമിതർക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ ഉത്തരവുണ്ടായിരിക്കുകയും അതിൽ തന്നെ പല തരത്തിലുള്ള വിവേചനങ്ങളും നിലവിലുണ്ട്. ഇത് പൊതു സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം, സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ജനപ്രതിനിധികൾ മാത്രമല്ലല്ലോ, ഭരണകൂടത്തിന്റെ ഭാഗമാകുന്ന ഉദ്യോഗസ്ഥ സംവിധാനം കൂടി ഇക്കാര്യത്തിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ജനാധിപത്യമാണെങ്കിലും ഉദ്യോഗസ്ഥരാണല്ലോ ഭരിക്കുക. ഭരണ സംവിധാനം മാറുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ മോശക്കാരാണെന്നല്ല, അവരുടെ ഭാഗത്തു നിന്നാണ് കുറെ കൂടി കാര്യങ്ങൾ ക്രിയാത്മകമാകേണ്ടതെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ വിഷയമായിട്ട് സമരമായിട്ട് മുന്നോട്ട് പോകും. സർക്കാർ പല കാര്യത്തിലും, ഇപ്പൊ നമുക്ക് തന്നെ നോക്കിയാൽ അറിയില്ല, ഭിന്നശേഷി വിഷയം മാത്രമല്ല, പല കാര്യത്തിലും വളരെ കൃത്യമായിട്ടും ക്രിയാത്മകമായിട്ടുള്ള, ഞാൻ പറഞ്ഞ എയ്ഡഡ് മേഖലയിലെ നിയമനം സർക്കാർ ചരിത്രപരമായ ഒരു തീരുമാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മൈലേജാണ്. അതിന് ഒരുപാട് ഭിന്നശേഷിക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതും പൂർണ്ണമായ തോതിലേക്ക് നടപ്പിലാക്കപ്പെടുക, അത് ദൈവം പ്രസാദിക്കുന്നുണ്ട്. പക്ഷെ പൂജാരി കനിയാത്ത പ്രശ്നമാണ് ഇപ്പൊ നിലവിലുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ഇതിനൊക്കെ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. കൺഫേംഡ് IAS പ്രൊമോഷൻ തസ്തികയാണല്ലോ ശരിക്കും. അവിടേക്ക് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരാൾ ഉയർന്നു വന്നിട്ടില്ല എന്ന് പറയും. ഇപ്പൊ 1996 PWD ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. PWD ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഭിന്നശേഷിത്വത്തിലേക്കുള്ള ഒരാളെ ആ രൂപത്തിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് അവസരത്തിലേക്ക് ഒരാൾ എത്തത് ഈ പ്രൊമോഷൻ പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ആ തരത്തിലേക്കും കൂടി ചിലപ്പം ഈ സമൂഹത്തിന് എത്തിക്കേണ്ടി വരും. അപ്പം ആ തസ്തികയിലേക്ക് എത്തുന്ന ആളുകളെ എതിർക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ് മേ ബി സം പോസിബിലിറ്റി ഈസ് ദേർ. അപ്പം നിങ്ങളെ പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കണം. ഞങ്ങൾക്ക്, കാരണം നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും, നിങ്ങളത് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കൂടി വേണ്ടി ചെയ്യണം എന്ന റിക്വസ്റ്റാണ്.